എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. സിക്കിമിലെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. വിശേഷങ്ങൾ തീർന്നിട്ടില്ല, പറയട്ടെ. ലാച്ചുങ്ങിൽ നിന്നും പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ യാത്ര പുറപ്പെട്ടു. യംതാങ് വാലിയിലേക്കാണ് ആദ്യം പോയത്. ഗാങ്ടോക്കിൽ നിന്ന് പറയുകയാണെങ്കിൽ 141.8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ യംതാങ് വാലിയിലെത്താം. ഏകദേശം 6 മണിക്കൂറോളം യാത്ര ചെയ്യണം. എന്നാൽ ലാച്ചുങ്ങിൽ നിന്നാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഈ യംതാങ് വാലിയിലേക്ക് എത്താം. ഇത് കുറച്ച് നല്ല വഴി തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 11,800 അടി ഉയരത്തിലാണ് ഈ താഴ്വാരം. റോഡോഡെൻഡ്രൻസ്, പ്രിമുലാസ് തുടങ്ങിയ അപൂർവ ഇനം പൂക്കളുടെ താഴ്വാരമാണിവിടം. അത് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. 24 സ്പീഷീസിൽപ്പെട്ട റോഡോഡെൻഡ്രൻ ചെടികൾ ഇവിടെയുണ്ടെന്നാണ് പറയുന്നത്. ചുറ്റിനും പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ, അവയ്ക്കിടയിലൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന റോഡുകൾ, അതങ്ങനെ നീണ്ടുകിടക്കുന്നു. ഗുരുഡോങ്മാർ ലേക്കിലേക്ക് പോയതുപോലെയല്ല. അവിടേക്കുള്ള യാത്രയിൽ ഞങ്ങൾ ചുറ്റിനും കണ്ടത് മൊട്ടക്കുന്നുകളായിരുന്നു, പൊടി നിറഞ്ഞ മണ്ണും ഉരുളൻ കല്ലുകളും. എന്നാൽ യംതാങ് വാലിയിലേക്കുള്ള യാത്ര വ്യത്യസ്തമാണ്. ഇവിടെ റോഡിന് ഇരുവശവും നട്ടുപിടിപ്പിച്ച പോലെ കുഞ്ഞു വയലറ്റ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അരികത്തുകൂടെ പുഴ ഒഴുകുന്നു. നിലത്ത് പറ്റിച്ചേർന്ന് കിടക്കുന്ന ചെടിയിൽ 2 ഇലകൾക്ക് നടുവിൽ ഒരു തണ്ട്, തണ്ടിനറ്റം ഒരു കുല വയലറ്റ് പൂക്കൾ. ഒരു ഭാഗത്തായി ഇത്തിരി ശബ്ദത്തോടെ കളകളം പൊഴിച്ചൊഴുകുന്ന പുഴ, കുഞ്ഞു മർമ്മരവുമായി എത്തുന്ന തണുത്ത കാറ്റ്. ഇതുവരെയുള്ള ഒരു യാത്രയിലും കാണാത്ത പൂക്കൾ. അവ സന്ദർശകരിൽ കൗതുകം ജനിപ്പിച്ചു. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇവിടെ സന്ദർശകരുടെ ഒഴുക്ക് അനുഭവപ്പെടുന്നത്. മഴക്കാലത്ത് ഈ താഴ്വാരത്തിലേക്ക് കടന്നു കയറിയാണ് പുഴ ഒഴുകുന്നത്. സിക്കിമിലെ പ്രധാന നദിയായ ടീസ്റ്റ നദിയാണിത്. ചുറ്റിനും മലനിരകൾ. മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന അരുവിച്ചാലുകൾ നദിയിൽ പതിക്കുന്നു. വെള്ളം ഒഴുകി വരുന്ന ചാലുകൾ നമുക്ക് ദൃശ്യമാണ്. പുഴയുടെ ഇരുകരകളിലുമായി ധാരാളം പാറക്കല്ലുകൾ കണ്ടു. മലയിടിച്ചിലിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും ഒക്കെ ഭാഗമായി താഴ്വാരത്തിലെത്തിയ കല്ലുകളാണവ. പുഴയുടെ ഇരുകരകളിലും മിനുസമുള്ള വെള്ളാരം കല്ലുകൾ നിറഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ആളുകൾ ആ കല്ല് ശേഖരിക്കുന്നതിൽ വ്യാപൃതരായി. അളകനന്ദയിലെ വെള്ളാരം കല്ലുകളാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ പക്ഷേ ചുവപ്പ്, പച്ച, നീല, വെള്ള തുടങ്ങി വിവിധ നിറങ്ങളിലുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു. ഇവിടെ വെളുത്ത നിറമുള്ളവയും ചിത്രപ്പണിയുള്ള കല്ലുകളുമുണ്ട്. വർഷങ്ങളോളം ഒഴുകി ഒഴുകി മിനുസപ്പെട്ട കല്ലുകൾ. പുഴയിലേക്ക് ഇറങ്ങി നിന്ന് സന്ദർശകർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പരന്നു കിടക്കുന്ന പുഴയുടെ തീരം. പട്ടാളക്കാർ നിർമ്മിച്ച ബെയ്ലി പാലവും ഞങ്ങൾ കണ്ടു. ഈ ബെയ്ലി പാലത്തിലൂടെ വണ്ടിക്ക് പോകാൻ കഴിയില്ല, വീതി കുറവാണ്. വേണമെങ്കിൽ ആളുകൾക്ക് നടന്ന് അക്കരയ്ക്ക് എത്താം. കുറേ പേർ ഈ പാലത്തിലൂടെ അക്കരയ്ക്ക് പോകുന്നത് കണ്ടു. പുഴയ്ക്ക് അക്കരെ കൊടും കാടാണ്. അധിക ദൂരം കാട് കയറുന്നത് അപകടമാണ്. ഏതെങ്കിലും വന്യമൃഗങ്ങൾ നമ്മളെ ആക്രമിച്ചേക്കാം. ഏതാനും മണിക്കൂറുകൾ യംതാങ് വാലിയിൽ ചെലവഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. തിരിച്ചു പോന്നത് റോഡോഡെൻഡ്രൻ സാങ്ച്വറിയിലൂടെയാണ്. റോഡിന് ഇരുവശവും റോഡോഡെൻഡ്രൻ പൂത്തു നിൽക്കുന്നു. കൂടുതലും ചെമപ്പ് നിറമാണ്. ദുർലഭമായി റോസും വെള്ളയും നിറത്തിലും കാണുന്നുണ്ട്. സിക്കുകാരുടെ ദേശീയ വൃക്ഷമാണ് റോഡോഡെൻഡ്രൻ. അതിമനോഹരമായ പൂക്കൾ. പൂക്കൾ നിറഞ്ഞ യംതാങ് വാലിയോട് വിട പറഞ്ഞ് ഞങ്ങൾ ബുദ്ധ പാർക്കിലേക്ക് തിരിച്ചു. അങ്ങനെ സൗത്ത് സിക്കിമിലെ നാംചി ജില്ലയിലെ റാവങ്കളയിൽ സ്ഥാപിച്ച ബുദ്ധ പാർക്കിൻ്റെ കവാടത്തിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ബുദ്ധ പാർക്കിന് തഥാഗത സൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഗാങ്ടോക്കിൽ നിന്നും പെല്ലിങ്ങിലേക്കുള്ള യാത്രയിൽ ഏകദേശം പകുതി ദൂരം സഞ്ചരിച്ചാൽ ഈ ബുദ്ധ പാർക്കിലെത്താം. ഏകദേശം 65 കിലോമീറ്റർ ദൂരം. 7000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 130 അടി ഉയരമുള്ള ഗൗതമ ബുദ്ധൻ്റെ പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ്. 2006നും 2013നും ഇടയിലാണ് ഇത് പണിതീർത്തത്. ബുദ്ധ പാർക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കിടക്കുന്ന രൂപത്തിലുള്ള ശ്രീബുദ്ധൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ട്. ഉയർന്നു നിൽക്കുന്ന വലിയൊരു പാറയുടെ മുകളിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ബുദ്ധ പാർക്കിൻ്റെ ഔദ്യോഗികമായ നാമമാണ് തഥാഗത സാൽ. 23 ഏക്കർ സ്ഥലത്ത് ഈ പാർക്ക് പരന്നു കിടക്കുന്നു. ശ്രീബുദ്ധൻ്റെ 2550 ജന്മവാർഷികത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച 130 അടി ഉയരമുള്ള
ബുദ്ധപ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. 60 ടൺ ചെമ്പ് ഉപയോഗിച്ചാണ് ഇത് പണിതിരിക്കുന്നത്. കാഞ്ചൻജംഗ, മൗണ്ട് പാണ്ഡ്യം, മൗണ്ട് സിനിയോൾചു, മൗണ്ട് കബ്രു തുടങ്ങിയ കൊടുമുടികൾ ഉൾപ്പെടെ ഗ്രേറ്റർ ഹിമാലയൻ ശ്രേണിയുടെ വിശാലമായ കാഴ്ചകൾ ഈ പാർക്കിൽ നിന്ന് നോക്കിയാൽ കാണാം. ഇതിലൊരു മ്യൂസിയവും മെഡിറ്റേഷൻ സെൻ്ററുമുണ്ട്. കവാടത്തിൽ കണ്ട പ്രതിമയുടെ പാദഭാഗത്തു നിന്നും താഴോട്ട് സ്റ്റെപ്പുകൾ ഇറങ്ങിയാൽ ഈ പാർക്കിലെത്താം. മുകളിലേക്ക് കയറാനുള്ള പടിക്കെട്ടുകൾ അങ്ങ് ദൂരെ കാണാം. അവിടേക്ക് എത്തണമെങ്കിൽ കുറച്ചു ദൂരം നടക്കണം. വൃത്തിയായി ഒരുക്കിയ നടപ്പാത, ഇരുവശങ്ങളും ഒരേ ഉയരത്തിൽ നിൽക്കുന്ന തണൽ മരങ്ങളും പുൽത്തകിടിയും, അതിനുമപ്പുറം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പാർക്കാണ്. നടപ്പാതയ്ക്ക് ഇരുവശങ്ങളിലും ബുദ്ധൻ്റെ സന്ദേശങ്ങൾ എഴുതിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിൽ തന്നെ ചെറിയൊരു തടാകവും അതിൽ ജലധാരയുമൊക്കെയുണ്ട്. ചോടിജോ തടാകം എന്നാണ് ഇതിൻ്റെ പേര്. 268ഓളം പടികൾ കയറിയാലാണ് ഈ ബുദ്ധപ്രതിമയ്ക്ക് സമീപം എത്താൻ നമുക്ക് സാധിക്കുക. ഇന്നു രാത്രി തങ്ങുന്നത് പെല്ലിങ് എന്ന സ്ഥലത്താണ്. അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധ പാർക്കിനോട് വിട പറഞ്ഞ് പെല്ലിങ്ങിലേക്ക് യാത്ര തിരിച്ചു. പെല്ലിങ്ങിലെ ഒരു വിശേഷപ്പെട്ട പ്രതിമയാണിത്. ജെർസിങ് ബുദ്ധ സ്റ്റാച്യു എന്നാണ് ഇതറിയപ്പെടുന്നത്. സിമ്പിൾ സ്പീക്കറിലൂടെ ഒഴുകി വരുന്ന പ്രാർത്ഥനാലാപനം കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ബുദ്ധപ്രതിമ കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടത്. ഈ പ്രതിമയ്ക്ക് ചുറ്റുപാടുമുള്ള സ്ഥലം വളരെ ചിട്ടയായി ഭംഗിയായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടതുവശത്ത് മതിൽക്കെട്ടിനപ്പുറത്ത് മനോഹരമായൊരു ഉദ്യാനമുണ്ട്. വലതുഭാഗത്ത് ഒരു സ്കൈ വാക്കും ഒരുക്കിയിട്ടുണ്ട്. പടിക്കെട്ടുകൾ കടന്ന് ബുദ്ധപ്രതിമയുടെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ ഇരുവശങ്ങളിലും പ്രാർത്ഥനാ ചക്രങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനാ ചക്രങ്ങളിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ലിഖിതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 137 അടി ഉയരമുള്ള ഈ പ്രതിമ പടിഞ്ഞാറൻ സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2009 ഈ പ്രതിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ ബുദ്ധപ്രതിമയ്ക്ക് അരികിലേക്ക് പോകുന്ന സ്റ്റെപ്പുകളുടെ വലതുഭാഗത്തായി ഒരു സ്കൈ വാക്കും ഒരുക്കിയിട്ടുണ്ട്. ഉയർത്തിക്കെട്ടിയ ചില്ലുപാതയിലൂടെ ഒരു യാത്ര. ഇതിൻ്റെ വളരെ താഴെ കൂടിയാണ് ടീസ്റ്റ നദിയും രംഗീത് നദിയും ഒക്കെ ഒഴുകുന്നതെന്ന് പറയുന്നു. പക്ഷേ കാട് പിടിച്ച പ്രദേശമായതിനാൽ ഞങ്ങൾക്ക് നദികൾ ദൃശ്യമായില്ല. ഇതിനുള്ളിലേക്ക് മൊബൈൽ ഫോണും ക്യാമറയും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. 16-17 നൂറ്റാണ്ടുകളിൽ അവിടെ നടത്തിയിരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മാതൃക അവിടെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. മധ്യത്തിൽ ഗുരുവിനുള്ളൊരു കട്ടിൽ, കിടക്ക, വിരി, ചുറ്റും അതുപോലെ നീളമുള്ള പടികൾ, പട്ടു വിരിച്ചിട്ടവ, പുസ്തകങ്ങൾ വെച്ച് വായിക്കാനും എഴുതാനുമുള്ള എഴുത്തുമേശ, ബുദ്ധമത ഗ്രന്ഥങ്ങൾ, ബുദ്ധൻ്റെ ദർശനങ്ങളുള്ള ഗ്രന്ഥങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കൊത്തുപണികളും ശില്പങ്ങളും എല്ലാം പ്രസിദ്ധമാണ്. സിക്കിമിലെ മൊണാസ്ട്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്ചൻ പെട്മാങ്സ്റ്റേ മൊണാസ്ട്രിയിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. ഇവിടെ മൊബൈൽ ഫോണും ക്യാമറയും ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് കവാടം. അകത്തേക്ക് കയറിയാൽ ബുദ്ധൻ്റെ അലങ്കരിച്ച പ്രതിമ കാണാം. അതിനെ വലം വെച്ച് ഇടതുവശത്തുള്ള ചുമന്ന പരവതാനി വിരിച്ച റാമ്പിലൂടെ മുകളിലേക്ക് കയറി ചെന്നാൽ നിരവധി മുറികളിലായി ഒരുക്കി വച്ചിരിക്കുന്ന വസ്തുക്കൾ നമ്മെ അത്ഭുതപ്പെടുത്തും. 16-17 നൂറ്റാണ്ടിലെ അക്കാലത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഓർത്തെടുക്കുക തന്നെ പ്രയാസം. നാണയങ്ങൾ, വസ്ത്രങ്ങൾ, വിളക്കുകൾ, പാത്രങ്ങൾ, ബുദ്ധമത സൂക്തങ്ങൾ രേഖപ്പെടുത്തിയ നിരവധി ഗ്രന്ഥങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായി നിലകൊള്ളുന്നു. ടിബറ്റൻ ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിൻ്റെ ഉത്തമോദാഹരണമാണ് ഈ മൊണാസ്ട്രി. ഇവിടെ നിന്നും പെല്ലിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ബേർഡ് പാർക്കിലും പോയി. സിഡ്ക്യോങ് തുൽക്കു ബേർഡ് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ധാരാളം പക്ഷികളുണ്ട് ഇവിടെ. പക്ഷി പാർക്കിൻ്റെ വലതുവശത്തുള്ള ചെറിയ വഴിയിലൂടെ 1 കിലോമീറ്റർ നടന്നാൽ പണ്ടുകാലത്ത് രാജാക്കന്മാർ ഭരിച്ച ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാം. പെല്ലിങ്ങിനടുത്തുള്ള റാബ്ഡൻസയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1670 മുതൽ 1814 വരെ ഭരിച്ചിരുന്ന ചോഗ്യാൽ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു റാബ്ഡൻസെ. ഈ കോട്ടയുടെ മുകൾ പരപ്പിലെത്തിയാൽ ദൂരെ കാഞ്ചൻജംഗ കൊടുമുടി കാണാം. പണ്ട് ആക്രമണകാരികളായ ഗൂർഖ സൈന്യം ഈ നഗരത്തിലെത്തുകയും തലസ്ഥാന നഗരം നശിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് തകർന്നതാണ് ഈ കോട്ട. ഇതിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്.
ഈ കോട്ടയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ വളരെ വൃത്തിയായും ചിട്ടയായും സൂക്ഷിച്ചിരിക്കുന്നു. ചുറ്റും ധാരാളം മരങ്ങളുണ്ടെങ്കിലും ഒരു ഉണങ്ങിയ ഇല പോലും നിലത്ത് വീണ് കിടപ്പില്ല. പടിക്കെട്ടുകൾക്ക് ഇരുപുറവും പുൽത്തകിടിയും ഉദ്യാനവും ക്രമീകരിച്ചിരിക്കുന്നു. റാബ്ഡൻസെ റൂയിൻ സ്പെല്ലിംഗ് എന്നാണ് ഈ കോട്ടയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ബുദ്ധമത വിശ്വാസികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ കോട്ട. 7 ദിവസത്തെ കാഴ്ചകൾ മനസ്സിൽ നിറച്ച് ഞങ്ങൾ സിക്കിമിനോട് വിട പറഞ്ഞു. 7-ാം ദിവസം രാത്രി പശ്ചിമബംഗാളിലെ സിലിഗുരിയിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. കുറേ സമയം അവിടെ വട്ടം കറങ്ങി. രാത്രി പട്ടണത്തിലൂടെ കറങ്ങി നടന്നു. വഴിയോര വാണിഭം പൊടി പൊടിക്കുന്ന തെരുവാണ് സിലിഗുരിയിൽ ഞങ്ങൾ കണ്ടത്. 100 കണക്കിന് ഷോപ്പുകളും വാങ്ങാൻ 1000 കണക്കിന് ജനങ്ങളും. പിറ്റേന്ന് രാവിലെ പശ്ചിമബംഗാളിലെ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത യാത്രയുടെ തയ്യാറെടുപ്പിനായി, ഇത്തിരി വിശ്രമത്തിനായി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഒരു യാത്രയിലെ വിശേഷപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്നേയുള്ളൂ. കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക എന്ന പരമമായ ലക്ഷ്യം ഞാൻ വിസ്മരിക്കുന്നില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ യാത്രാവിശേഷങ്ങളുമായി വരാം. ഏതായാലും അടുത്തത് ഒരു പുസ്തകവുമായാണ് വരുന്നത്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ വിടാം.